നെയ്യാർ ഡാം വീഡിയോയുടെ പാർട്ട് 3 ആണ് ഈ വീഡിയോ. നല്ല വെയിലാണ്, കുട പിടിച്ചില്ലെങ്കിൽ പോയി. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന നേരം അവർ മൂന്നാളും കൂടി അവിടെ തിരുപ്പായി. ഞാൻ പഠിച്ചിരുന്ന സമയത്തും വർക്ക് ചെയ്തിരുന്ന സമയത്തും ഒന്നും കുട പിടിക്കില്ലായിരുന്നു. കാരണം എന്തിന് എന്നൊരു ചിന്തയായിരുന്നു. പിന്നെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളൊക്കെ വന്നു. അപ്പോഴത്തേക്കും സ്കിൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അന്നേരം അവിടെ നിന്ന് കുറേ ക്രീമൊക്കെ തന്നു. അന്ന് സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. സൺസ്ക്രീൻ തന്നിട്ട് എന്താണ് കാര്യം? ആ സൺസ്ക്രീൻ ഒരാഴ്ച ഇട്ടു, പിന്നെ ഇടത്തില്ല. കൊടേ കയറണ നീ കൊടേ കയറി കറുത്തു. സത്യമായിട്ടും കറക്കുവേ, സത്യം. തോളിലിട്ടേരെ, തോളിലിട്ടേര. തീ കൊടേ കയറടി. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊടേ കയറുവാ, കൊടേ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൺസ്ക്രീൻ ഞാൻ ഒരാഴ്ച ഇട്ടു. പിന്നെ ഞാൻ മുഖം കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഒരു പാടും പോകുന്നില്ല, ഒരു കറുത്ത പാടും പോകുന്നില്ല. അപ്പോൾ പിന്നെ ഇതിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അന്നത്തോടെ നിർത്തി. പിന്നെ അതിനുശേഷം ഞാൻ എവിടെ പോയാലും കുടയെടുക്കും. ഈ കുട മുഖ്യം ബിഗിലെ എന്ന് പറയില്ലേ, അതുപോലെ എവിടെ ചെന്നാലും കുടയും കൊണ്ടല്ലാതെ പോവില്ല. കാറിലൊരു കുട പ്രത്യേകം ഇട്ടേക്കും, അല്ലാണ്ട് ബാഗിലും ഇട്ടേക്കും. പിന്നെ നെയ്യാർ ഡാമിനെ കുറിച്ച് ഞാനൊരു ചെറുപ്പത്തിലൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് നെയ്യാറിൽ കുളിക്കാനിറങ്ങിയ ഒരാളെ ചീങ്കണ്ണി കടിച്ചു എന്നും. മാത്രമല്ല, നെയ്യാർ ഡാം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ചിത്രം എന്താണെന്നറിയോ? അതൊക്കെ ഒരു വലിയ കഥയാണ്. അതായത് 4 സൈഡും കെട്ടിയടച്ച ചുമരിൽ നിറയെ വെള്ളം. അപ്പോൾ അതിലേക്ക് കുളിക്കാനിറങ്ങിയ ഒരാളെയാണ് ചീങ്കണ്ണി കടിച്ചതെന്നും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ദൃശ്യം. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വീട്ടിൽ അന്ന് പത്രം വരത്തില്ലായിരുന്നു. ഓരോരുത്തർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിലെ ദൃശ്യം ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടാണ് നടന്നത്.